കുമരംപുത്തൂർ പഞ്ചായത്ത് കെട്ടിടം നിർമ്മാണം പൂർത്തിയായ ശേഷം 20 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചതിനെതിരെ അഴിമതി ആരോപണവുമായി എത്തിയ ഇടതുമുന്നണിക്ക് അധികാരത്തിലെത്തിയപ്പോൾ നിലപാട് മാറ്റം. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെ പ്രവർത്തികൾ നടത്തിയ കരാറുകാരാണ് 20 ലക്ഷം രൂപ അനുവദിക്കാൻ രഹസ്യ നീക്കം. നിലവിലെ ഭരണസമിതിയിലെ ചില അംഗങ്ങളാണ് മുൻ ഭരണസമിതിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. കുമരംപുത്തൂർ പഞ്ചായത്ത് കെട്ടിടം 2025 ഓഗസ്റ്റിലാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിനെന്ന പേരിലാണ് 20 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചിരുന്നത്. ഉദ്ഘാടനത്തിന് 1 മാസം മുമ്പ് വിളിച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസത്തിന് ശേഷവും. ടെൻഡർ പൂർത്തിയാക്കാതെ എങ്ങനെ പ്രവർത്തികൾ കരാറുകാരനെ ഏൽപ്പിച്ചെന്നായിരുന്നു ഇടതുമുന്നണി അന്നുയർത്തിയ ചോദ്യം. ഇതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നും ടെൻഡർ പൂർത്തിയാക്കാതെ പ്രവൃത്തി നടത്തിയ കരാറുകാരന് പണം അനുവദിക്കരുതെന്നുമായിരുന്നു LDFന്റെ അന്നത്തെ നിലപാട്. ഇതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നും ടെൻഡർ പൂർത്തിയാക്കാതെ പ്രവൃത്തി നടത്തിയ കരാറുകാരന് പണം അനുവദിക്കരുതെന്നുമായിരുന്നു LDFന്റെ അന്നത്തെ നിലപാട്. എന്നാൽ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കേണ്ടതിനാൽ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ എംപാനലിൽപ്പെട്ട കരാറുകാരനെ വാക്കൽ പ്രവൃത്തി ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് അന്നത്തെ UDF ഭരണസമിതി നൽകിയ വിശദീകരണം. സിൽക്കും പഞ്ചായത്തും തമ്മിലാണ് കരാർ. സിൽക്കാണ് കരാറുകാരനെ ഏൽപ്പിച്ചത്. പഞ്ചായത്ത് അംഗീകരിച്ച എസ്റ്റിമേറ്റ് പ്രകാരം പണി പൂർത്തിയാക്കി പഞ്ചായത്ത് LSTD വിഭാഗം പരിശോധിച്ച് അംഗീകാരം നൽകിയ ശേഷമേ പഞ്ചായത്ത് തുക അനുവദിക്കൂ എന്നും അന്നത്തെ UDF ഭരണസമിതി വിശദീകരിച്ചിരുന്നു. ടെൻഡർ വിവാദമായതോടെ സിൽക്ക് കരാറിൽ നിന്ന് പിന്മാറി. ഇതോടെ കരാറുകാരന് പണം ലഭിക്കാൻ വഴിയില്ലാതായി. ഈ സാഹചര്യത്തിലാണ് അന്ന് എതിർത്തവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇന്ന് തുക അനുവദിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.